ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോരമ എല്ലാവരോടും പിണങ്ങി റൂമിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പ്രീതി കുറെ മധുര പലഹാരങ്ങളുമായിട്ട് വരുന്നുണ്ട്. അതിൽ തുറക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനോരമ അവിടുന്ന് എണീക്കുന്നുണ്ട്. എന്നിട്ട് പ്രീതി എങ്ങനെ ചീത്ത പറയണേ, മധുരങ്ങളൊന്നും കഴിക്കില്ല എന്ന് നിനക്കറിയാം, എന്നിട്ട് ഇത് മനഃപൂർവ്വം കൊണ്ടുവന്നിരിക്കുക. ഐ നോ വാട്ട് ഈസ് യുവർ ലക്ഷ്യം. ആന്റി കരുതുന്ന പോലെ ഞാനോ ശ്രുതിയോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നിന്റെയോ നിന്റെ സിസ്റ്ററിന്റെയോ ഒരു പ്ലാനിങ്ങും എന്റെ അടുത്ത് ചെലവാവില്ല മോളെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പ്രീതിയെ റൂമിൽ നിന്ന് തള്ളി വാതിലടയ്ക്കുന്നുണ്ട് മനോരമ. പിന്നീട് പ്രീതിക്ക് സങ്കടം വന്നിട്ട് ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് അത് ശ്രുതി കണ്ടുവരികയും ശ്രുതി എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയും പ്രീതി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രുതി നമ്മൾ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയുന്നില്ലേ, അതുപോലെ മനോരമ മുള്ളിനെ മറ്റൊരു മുള്ളുകൊണ്ട് തന്നെ എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പ്രീതിയെ കൊണ്ട് അസലൊരു പായസം ഉണ്ടാക്കിപ്പിക്കുകയാണ് കേട്ടോ ശ്രുതി. അങ്ങനെ നമ്മുടെ അഞ്ജലി പറയുന്നത് കേട്ട് സങ്കടപ്പെട്ടിട്ട് ശ്രുതി പോകുന്നത് കിച്ചണിലേക്കാണ്. അവിടെ പോയി ആ സങ്കടം തീരുന്നവരെ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് മേശപ്പുറത്ത് വെക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ മനോരമയും അഞ്ജലിയും ശ്യാമും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതാരാ ഇങ്ങനെ ജിലേബി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ അതിന് മറുപടിയായിട്ട് ശ്യാമാട്ടോ പറയുന്നത്, പാവം ഇന്ന് നടന്ന സംഭവങ്ങൾ ഓർത്ത് വിഷമിച്ച് പാവം ആ ശ്രുതി ഉണ്ടാക്കിയതായിരിക്കും. ഇന്ന് പകല് ശ്യാമേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, എന്നിട്ട് ഇന്ന് പകല് നടന്ന കാര്യങ്ങളൊക്കെ ശ്യാമേട്ടൻ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ശ്യാം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്.